ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്നൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നത്. നമ്മളൊരു പുതിയ ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നത്. എന്ന് വെച്ചാൽ ഹോട്ടലിൽ നിൽക്കുന്നത് പെട്ടെന്ന് ഒരു ചിക്കൻ കറി ആക്കാൻ വിചാരിച്ചാൽ ആക്കാം. അപ്പം നമ്മളത് എന്താ ചിക്കൻ കറി എന്ന് വെച്ചാൽ ഉള്ളി വറുത്തരച്ച ചിക്കൻ കറിയാണ്. അതിൽ വേണ്ടുന്ന സാധനങ്ങളെല്ലാം എന്താണെന്ന് വെച്ചാൽ അരക്കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, ഒരു അരക്കിലോ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക് പേസ്റ്റാക്കിയതും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാക്കിയതും. അപ്പോൾ ഇത്ര സാധനം നമുക്കിപ്പം വേണ്ടും. പിന്നെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ മസാലകൾ നമുക്ക് കാണിക്കാം. ഇതെങ്ങനെ ഇത് നമുക്കൊന്ന് സാധാരണ മുറിക്കുമല്ലോ നിങ്ങളതായിട്ട്. അപ്പം ഇതൊന്ന് മുറിക്കാം. ഇതെല്ലാം നല്ല മുറിച്ച് നല്ല നമുക്ക് ബ്രൗൺ കളർ ആക്കിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നമ്മൾ അരച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്യാം. ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കി ടേസ്റ്റ് ഉണ്ടോ എന്നൊന്ന് നോക്കാം. അതിനുശേഷം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യും. അപ്പം ഇത് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് ഞങ്ങൾ കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിയാൽ ഉപകാരപ്പെടണമല്ലോ, ഒരാൾക്ക് ടേസ്റ്റ് വേണമല്ലോ. നമ്മളെന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ വെറുതെ ആകാൻ പാടില്ലല്ലോ, കറി കഴിക്കാൻ പറ്റണം. അപ്പം ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും. അപ്പോൾ കുക്കറിലാണ് വെക്കുന്നത്. അപ്പം എണ്ണ ചൂടായ നമുക്ക് ബ്രൗൺ നിറത്തിൽ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രൗൺ നിറത്തിൽ ഇത് വാട്ടിയെടുക്കണം. അപ്പോൾ നമുക്കിത് കുറച്ച് ഉപ്പ് ഇട്ട് നല്ലോണം വരട്ടിയെടുക്കാം. ഉപ്പിടുന്ന വേഗം കളർ മാറി കിട്ടുമല്ലോ, വാടി കിട്ടുമല്ലോ. അപ്പോൾ നന്നായി വാട്ടിയെടുക്കാം. അങ്ങനെ വറുത്തിട്ടുണ്ട്. നല്ല ഉള്ളി നല്ല ഇതേ ടൈപ്പ് വറക്കണം, എന്നിട്ടാണ് കരിഞ്ഞു പോകും. നമ്മൾ ഇതേ ടൈപ്പ് വറുത്തതിന് ശേഷം കുറച്ച് തണിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരക്കാം. അതെ, ഉള്ളി വറുത്ത് അരച്ച് നല്ല അടിപൊളി ചിക്കൻ കറി ഇത് നമ്മൾ കഴിച്ച് നോക്കൂ. എന്നിട്ട് നമ്മൾ വീഡിയോ ഓക്കെ. ഇത് തണിയുന്നവരെ കാത്തിക്കാം. ഉള്ളി വറുത്ത് അപ്പോൾ ഇനി ഇത് നമുക്ക് അരക്കാം. മിക്സിയിലിട്ടിട്ട് ഉള്ളി തണിഞ്ഞ് മിക്സിയിലിട്ട് ഒന്ന് അരക്കാം. അപ്പോൾ ഉള്ളി വറുത്ത് ആ എണ്ണയിൽ തന്നെ ഈ ചിക്കൻ ഒന്ന് വാട്ടിയെടുക്കണം. നല്ലോണം ഒന്ന് കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് ഇതൊന്ന് വാട്ടിയെടുക്കുക. നല്ലോണം കഴുകി വെള്ളമെല്ലാം ഊറ്റി വെച്ച് ചിക്കൻ ഇതിലിട്ടു. ചിക്കൻ ഒന്ന് കുറച്ചൊന്ന് ഇത് വളരട്ടെ. അപ്പം നമുക്ക് ആവശ്യത്തിന് ആദ്യം നമുക്ക് മഞ്ഞൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾ ഇട്ട് കൊടുക്കാം. ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഓക്കെ, ഉപ്പും മഞ്ഞളും ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഇതിനെ ഓരോന്നായിട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി അരച്ചിട്ട പേസ്റ്റ്, പിന്നെ നിങ്ങളെ എരിവ് നിങ്ങൾ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് അരച്ച് പേസ്റ്റാക്കിയത്, പിന്നെ പട്ട ഗ്രാമ്പ് ഇലയും എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കാം. ഇതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നവരെ ഇളക്കുക. അതിന് ശേഷം വറുത്തരച്ച് വെച്ച് നമ്മളെ ഉള്ളി ഇട്ട ഈ ഫ്രഷ് ചിക്കൻ കറിയാണ്. ഇതന്നെ നല്ല ഒരു മണെല്ലാം വരുന്നുണ്ടല്ലേ, അടിപൊളി. ഉപ്പ് ശ്രദ്ധിക്കണം, നമ്മൾ 1 കിലോ ചിക്കനേ ഉള്ളൂ. പിന്നെ ഉള്ളി വാടണ്ടിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ടിന്. അപ്പം ഉപ്പ് ശ്രദ്ധിക്കുക. പിന്നെ എരിവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യത്തിന് അനുസരിച്ച് ഇട്ടാൽ മതി. ഓരോരുത്തർക്ക് എരിവാണെങ്കിൽ എരിവ്, അല്ലെങ്കിൽ കുറവ് വേണ്ടെങ്കിൽ കുറവ്. അപ്പം ഇനി അടുത്ത നമുക്ക് ഈ ഉള്ളി അരച്ച് വെച്ചതാണ്, നല്ല ഉള്ളി അരച്ച് വെച്ച നല്ല വറുത്തരച്ച ഉള്ളി, അത് നമുക്ക് അതും കൂടി ചേർക്കാം.
ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല നല്ല രസം. അതെ, കാണാൻ നല്ല രസമുണ്ട്. അപ്പം ഇതിന് കൂടുതൽ മല്ലിപ്പൊടിയൊന്നും വേണ്ട. ഇതിന് കാണാൻ നല്ല അടിപൊളി ഭംഗിയായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കിട്ടിയാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി സാധനങ്ങളും കൂടി കൊടുക്കാം. ശകലം ഗരം മസാല, അതിൻ്റെ കൂടെ ചിക്കൻ മസാല, അതിൻ്റെ കൂടെ ചിക്കൻ. ഇനി കുറച്ച് മുളക് പൊടി ആവശ്യത്തിന്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ആവശ്യത്തിന് മതി. കുറച്ച് കുരുമുളക് പൊടി ഇത് ആവശ്യത്തിന് വേണം. കിട്ടാൽ മതി, അല്ലെങ്കിൽ ഇടണ്ട. ഓപ്ഷനില്ല, നിങ്ങളെ ഇഷ്ടമനുസരിച്ച് ഇട്ടാൽ മതി. നല്ല ഭംഗിയുള്ളതാണ്. നമുക്ക് കുറച്ച് കരിയാമ്പില ഇടാം. കരിയാമ്പിലെല്ലാം വാടിപ്പോയി സാരില്ല. നമുക്ക് നമുക്ക് 2 തക്കാളി ഞാൻ ഇങ്ങനെ മുറിക്കും. പിന്നെ പേസ്റ്റൊന്നും ആക്കിയില്ല, പേസ്റ്റിൻ്റെ ആവശ്യമില്ല. ഇത് കാണാനൊരു നല്ല ഇതുണ്ടാവും. അപ്പം ഇളക്കി ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് മൂടി വെക്കാം വേവാനായിട്ട്. കറി നല്ല 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 വറുത്തരച്ച തേങ്ങക്കറിയില്ലേ അതുപോലെ ഉണ്ടല്ലേ? അതുപോലെ ഉണ്ട്. നല്ല മണമുണ്ട്. ആവശ്യത്തിന് വെള്ളം മതി. ആവശ്യത്തിന് വെള്ളം ഇട്ടാൽ മതി. ഓക്കെ, എന്നാൽ വേവട്ടെ. ഇനി ആവശ്യത്തിന് ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവുന്നേരം മൂടി വെച്ച് കാത്തിക്കാം. അടിപൊളി ഉള്ളി വറുത്തരച്ച ചിക്കൻ കറി കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല മണമുണ്ട്. പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി വീഡിയോ ഇടാൻ ടേസ്റ്റ് ഉണ്ടോ, വീഡിയോ ഇടാൻ പറ്റുന്നതാണോ എന്ന് വെച്ചാൽ വേറെ ആൾ കണ്ടുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിന് കുറ്റം പറയാൻ പാടില്ലല്ലോ. അപ്പോൾ നല്ല സൂപ്പർ. എങ്ങനെയുണ്ട്? സൂപ്പർ ടേസ്റ്റാണ്. തേങ്ങ വറുത്തരച്ചിനെക്കാട്ടി സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ ഇത് ഓക്കെ, ഇത് നമുക്ക് സർവ് ചെയ്ത് കാണാം. സർവ് ചെയ്ത് കുറച്ച് മല്ലിച്ചപ്പ് അടിപൊളി. അപ്പോൾ അങ്ങനെ നമ്മളെ ഉള്ളി വറുത്തരച്ച ചിക്കൻ കറി റെഡിയായിട്ട് നല്ല നല്ലുണ്ട്. നല്ല വേവുള്ള കഴിക്കാനും നല്ല ടേസ്റ്റ്. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി രണ്ടാളും. അപ്പം നമുക്ക് കഴിക്കാം. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡ് കഴിക്കുന്ന എന്തെല്ലാം ഉണ്ട്? ചിക്കൻ വറുത്തരച്ച ചിക്കൻ ഭയങ്കര ടേസ്റ്റ്. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇന്നത്തെ ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ കറിയാണ്. കാണാനും നല്ലുണ്ട്, കളറ് അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കഴിച്ച് നോക്കി അല്ലേ? നമ്മൾ കഴിച്ച് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. കറി നല്ല ടേസ്റ്റ്. അതെ, കറിയും നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കനെല്ലാം തീർച്ചയായും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സൂപ്പർ ടേസ്റ്റാ. നമ്മൾ പ്രത്യേക ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുണ്ട്. എല്ലാവരും അഭിപ്രായം പറയാം. ഇതേപോലെ ആയാലും അതെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റ്. ഉണ്ടാക്കാൻ കഴിച്ചു നോക്കട്ടെ. അത് കറിയും കൂട്ടി കഴിച്ചു നോക്കാം. കഴിക്കാം. എങ്ങനെയുണ്ട്? ഒരു വ്യത്യസ്തമായ ചിക്കൻ. അതെ, ടേസ്റ്റ് അല്ലേ? നല്ല ടേസ്റ്റ്. വറുത്തരച്ചതിനേക്കാളും നല്ലൊരു ടേസ്റ്റ്. അതെ, തേങ്ങ വറുത്തരച്ച് വേഗം മടുത്തു പോകും. അതിനെക്കാട്ടിയും ടേസ്റ്റാണിത്. ജോലിയുമില്ല, പെട്ടെന്ന് ഉള്ളി കുറുക്കേണ്ട ഒരു സമയമേ ഉള്ളൂ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.